ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ. ഹണി റോസിന്റെ പരാതിയിൽ വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂരിനെ വയനാട് എയർ ക്യാമ്പിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. ഹണി റോസിന് പിന്തുണയും പ്രശംസയുമായി ഫെഫ്കയും രംഗത്ത്. ഹണി റോസിന്റെ മൊഴി കൊച്ചി DCP അശ്വതി GG നേരിട്ട് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, വൈകിട്ട് 8 മണിയോടെ, രാത്രി 8 മണിയോടെ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുള്ള പോലീസ് സംഘം കൊച്ചിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഹണിക്ക് വലിയ പിന്തുണയുമായി സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ആശംസ പ്രവാഹമാണ്. വിവരങ്ങൾ. ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഹണി റോസിന്റെ പരാതിയിൽ വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂരിനെ വയനാട് എയർ ക്യാമ്പിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. രാത്രി 8 മണിയോടെ കൊച്ചിയിൽ പോലീസ് സംഘം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ ഹണി റോസിന് പിന്തുണയും പ്രശംസയുമായി ഫെഫ്കയും രംഗത്തുണ്ട്. ഹണി റോസിന്റെ മൊഴി കൊച്ചി DCP അശ്വതി GG നേരിട്ട് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ രാത്രിയോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ടുള്ള പോലീസ് സംഘം കൊച്ചിയിൽ എത്തുക. തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്തായിരിക്കും? നീലിമ, ഇപ്പോൾ 2 കാര്യങ്ങളാണ് പാരലായി ഒരേ സമയത്ത് കൊച്ചി സെൻട്രൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒന്ന്, ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് എത്തിക്കുക, അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ നടപ്പാക്കുക, കോടതിയിൽ ഹാജരാക്കുക എന്നിങ്ങനെയുള്ള നടപടികൾ. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഹണി റോസിൻ്റെ മൊഴി കൊച്ചി DCP അശ്വതി GG നേരിട്ട് രേഖപ്പെടുത്തുമെന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ DCP വ്യക്തമാക്കുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും എന്നതും വ്യക്തമാക്കുന്നു. എന്തു തന്നെയായാലും വയനാട്ടിൽ നിന്നും 12:30യോടെയാണ് ബോബി ചെമ്മണ്ണൂരുമായി കൊച്ചി സെൻട്രൽ പോലീസ് കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 6 മണിക്കൂറിലധികം ഏറ്റവും കുറഞ്ഞത് യാത്രയുണ്ട് ഇവിടേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോട് കൂടിയേ ഇവിടെ എത്തുകയുള്ളൂ. തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ സാധിക്കുമോ എന്ന കാര്യമാണ് നോക്കുന്നത്. ഇല്ലെങ്കിൽ നാളെ രാവിലെയാവും ഹാജരാക്കുക. ഏതെങ്കിലും തരത്തിൽ മജിസ്ട്രേറ്റിൻ്റെ അനുമതി ലഭിച്ചാൽ രാത്രി വൈകിയാണെങ്കിലും ഹാജരാക്കിക്കൊണ്ട് ആൾത്തിരക്കും മറ്റു പ്രശ്നങ്ങളും ഇല്ലാതെ അത് നടപ്പാക്കാനുള്ള ശ്രമം ഉണ്ടായേക്കും. എന്നാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിഭാഷകൻ ഒരുപക്ഷെ അത് ഓപ്പൺ കോർട്ടിൽ തന്നെ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇതിലൊക്കെ ഏത് രീതിയിലായിരിക്കും തീരുമാനമെടുക്കുക എന്ന് വരും മണിക്കൂറുകളിലെ അറിയാൻ സാധിക്കും. എന്തു തന്നെയായാലും ഇപ്പോൾ വളരെ കൃത്യതയോടെ ഇന്നലെ ഹണി റോസ് ഈ പരാതി നൽകി 24 മണിക്കൂറിനുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വളരെ ആസൂത്രിതമായി ബുദ്ധിപൂർവ്വം നടത്തിയ നീക്കത്തിലൂടെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇല്ലെങ്കിൽ കോയമ്പത്തൂരേക്കോ ഇല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടക്കാനുള്ള നീക്കം സജീവമായിരിക്കുകയായിരുന്നു പോലീസ്. വളരെ കൃത്യതയോടെയുള്ള നടപടികളിലൂടെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത്. അത് വയനാട് പോലീസിൻ്റെ കൂടി സഹകരണത്തോടെയാണ് ഇത്തരമൊരു നടപടിക്രമം പൂർത്തിയാക്കിയത്. ഇപ്പോൾ 12:30-ക്ക് തിരിച്ച് ഏതാണ്ട് കോഴിക്കോടിനോട് അടുക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും വലിയ രീതിയിൽ പ്രശംസ. സുധീഷ്, കൊച്ചി DCPയുടേതായി വരുന്ന വാർത്ത ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ്. അങ്ങനെയെങ്കിൽ കൊച്ചിയിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന, പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന? ഒപ്പം തന്നെ ഹണി റോസിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നും പറയുന്നുണ്ട്. അത് എപ്പോഴായിരിക്കും? അത് ഹണി റോസിനെ വിളിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ ഇന്ന് തന്നെ ഹണി റോസിൻ്റെ മൊഴി രേഖപ്പെടുത്തും എന്നതാണ് പറയുന്നത്. അത് DCP തന്നെ, വനിതാ ഉദ്യോഗസ്ഥയാണ്, അവർ തന്നെ നേരിട്ട് ഇത് മൊഴി രേഖപ്പെടുത്തും എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് ഉടൻ, അത് താമസമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ്, അവർ യാത്രയിലുമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൊച്ചി സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം തന്നെയായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത കൂടുതലായുള്ളത്. അതിൻ്റെ മുമ്പ് ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും മറ്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി കാര്യമായില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇത്തരം അശ്ലീല പോസ്റ്റുകൾ അടക്കം അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച ഫോണായാലും ലാപ്ടോപ്പായാലും അത്തരം സാങ്കേതികമായ ഉപകരണങ്ങളൊക്കെ തന്നെ കസ്റ്റഡിയിലെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയ്ക്കടക്കം സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി പോലീസ് നീങ്ങും. ഈ രീതിയിൽ കൃത്യമായ തെളിവുകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം തന്നെ ശേഖരിക്കുക. നിലവിൽ തന്നെ ചില കാര്യങ്ങൾ, ചില വീഡിയോ
വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ളവ ഹണിറോസ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിന് പുറമെ ഇത്തരം കൃത്യമായ ഡിജിറ്റൽ രേഖകളടക്കം ശേഖരിച്ചുകൊണ്ടാവും പോലീസ് മുന്നോട്ട് നീങ്ങുക. അതാണ് DCPM വ്യക്തമാക്കുന്നത്. എല്ലാ തരത്തിലും കൃത്യതയോടെ നീങ്ങും, താൻ തന്നെ നേരിട്ട് മൊഴി രേഖപ്പെടുത്തും, അറസ്റ്റ് വൈകില്ല, ഉടൻ തന്നെ ഉണ്ടാകും എന്നീ കാര്യങ്ങളാണ് DCPയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളതും. സുധീഷ്, ഹണിറോസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ യഥാർത്ഥത്തിൽ ഒരു നല്ല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഉണ്ടായിരുന്നത്. അത് ഇപ്രകാരമായിരുന്നു: നിങ്ങളുടെ പണത്തിൽ വിശ്വസിക്കൂ, ഞാൻ ഈ നാട്ടിലെ നിയമത്തിൽ വിശ്വസിക്കട്ടെ എന്ന്. അതായത് ആ നിയമത്തിൽ ഹണിറോസ് വിശ്വസിച്ചു. ആ നിയമപ്രകാരം വളരെ പെട്ടെന്ന് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഹണിറോസിന് ഉണ്ടായിരിക്കുകയാണ്. ഒളിവിലിരുന്നു കൊണ്ട് മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമങ്ങളെ അടക്കം തകർത്തുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നീലിമ, കൃത്യമാണ്. പക്ഷേ ഈ കേസിൻ്റെ പ്രാരംഭഘട്ടം മാത്രമാണുള്ളത്. ഇനി മുന്നോട്ടുള്ള പോക്കിൽ ഇതേ സമീപനം തന്നെയാണോ എന്നത് നമ്മൾ വീക്ഷിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ, അതിനുള്ള ശ്രമങ്ങൾ എല്ലാം ഉണ്ടാവും. അത് സാമൂഹികമായി ഈ സമൂഹത്തിൽ ഉണ്ടാവുന്നതാണ്. അപ്പം അത്തരം ഘട്ടങ്ങളെ, അത്തരം സ്വാധീനങ്ങളെ, ഇല്ലെങ്കിൽ അത്തരം പ്രലോഭനങ്ങളെ എല്ലാം അതിജീവിച്ച് ഇതേ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോയാൽ ഉറപ്പായും അത് സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകുന്നതാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സംഭവം തന്നെയായി അത് മാറുകയും ചെയ്യും. പക്ഷേ ഇനിയും കേസെത്തുന്നു. അത്തരം ഒരുപാട് നടപടിക്രമങ്ങൾ ശേഷിക്കുന്നു. അതിലെല്ലാം ഇപ്പം ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുണ്ടായ അതേ സമീപനം തന്നെ തുടരണം എന്നത് തന്നെയാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്, ഹണിറോസ് ആഗ്രഹിക്കുന്നത്, അതുപോലെ ഓരോ സ്ത്രീകളും ആഗ്രഹിക്കുന്നത്. അത് പൊതുസമൂഹത്തിന് വളരെ അനിവാര്യവുമാണ്. എന്തു തന്നെയായാലും ഇതുവരെയുള്ള പോലീസിൻ്റെ നടപടികൾ ഏറെ പ്രശംസനീയമാണ്. അതോടൊപ്പം തന്നെ ഹണിറോസ് മുന്നോട്ട് വന്ന ആ രീതിയും ആ തൻ്റെടവും അതും വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം അതിന് വലിയ പിന്തുണ ലഭിക്കുന്നു. അതേസമയം ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ ഒരു സമീപനത്തെ, ഇല്ലെങ്കിൽ ഏറെ നാളായി തുടരുന്ന ഇത്തരം പ്രവർത്തികളെ അതിന് തടയിടേണ്ടത് വളരെ അനിവാര്യമാണെന്ന ഒരു പൊതുവികാരം കൂടിയാണ് സമൂഹത്തിൽ നിന്നൊട്ടാകെ വരുന്നത്. അത്തരം കാര്യങ്ങളിലെല്ലാം ഇതുവരെയുള്ള പോലീസിന്റെ പ്രവൃത്തിയും ഏറെ സ്വാഗതാർഹമാണ് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയും വരും സമ്മർദ്ദങ്ങളെ പോലീസ് അതിജീവിക്കുമോ എന്നാണ് ഈ നിമിഷം മുതൽ ഇനി കണ്ടറിയേണ്ടത്.